അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി കാണാം. ഇതൊരു ബംഗാളി സ്റ്റൈൽ മീൻ കറിയാണ്. അവിടെ ഇതിന് കാലിയ മച്ചർ എന്നാണ് പറയാറ്. ഞാനിവിടെ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബംഗാളികൾ റോഹു ഫിഷ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യാറുള്ളത്. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ലൈറ്റ്ലി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മസ്റ്റേർഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ മസ്റ്റേർഡ് ഓയിൽ വെച്ച് ചെയ്യുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഓയിൽ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മസ്റ്റേർഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫിഷ് പീസസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫിഷ് എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഇനിയും യൂസ് ചെയ്യുന്നത്. ഈ ഓയിലിലേക്ക് 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 ബേലീഫ്, 2 ഡ്രൈഡ് റെഡ് ചില്ലി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് 1 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള തിൻലി സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സവാള പേസ്റ്റും കൂടെ ചേർക്കാനുണ്ട്. ഇതൊരു ചെറിയൊരു സൈസ് സവാള ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത 2 തക്കാളി ബ്ലെൻഡ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈരൊന്ന് കൈ കൊണ്ട് കടഞ്ഞെടുത്തതാണ്. കട്ടയെല്ലാം ഉടയുന്നത് വരെ ഒന്ന് കടഞ്ഞെടുത്തതാണ്. ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫിഷ് പീസസ് എല്ലാം ജെൻ്റ്ലി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഒന്ന് നടുവിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലിയാണ്. 2 or 3 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള ബംഗാളി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാലിയ മച്ചർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ നെയിം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആയാലും റൈസിൻ്റെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല എരിവും പുളിയും എല്ലാം ഉള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.